ഈശ്വര, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആന്റി മനസ്സും കൂടി ചെയ്ത ചതിക്ക് ഞാൻ എങ്ങനെ സത്യം പറയും? എന്തെങ്കിലും സത്യം പുറത്തു വരുമ്പോ ഞാനും ഈ ചതിക്ക് കൂട്ടുനിന്നൊന്ന് എല്ലാവരും പറയില്ലേ? ദൈവമേ, എന്നെ പരീക്ഷിക്കല്ലേ. എന്താ ഭാവന ആലോചിക്കുന്നേ? ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അല്ല, എല്ലാവരുടെ മുഖത്തൊരു ആകാംക്ഷ. ഇല്ല സർ, മാനസ പറയുന്നതാണ് സത്യം. മാനസ പറയുന്നതിനപ്പുറം എനിക്കൊന്നും അറിയില്ല. ഭാവന പറഞ്ഞാ വിശ്വസിക്കാം. അപ്പോ ഇതിനപ്പുറം എനിക്കിനി ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് മറ്റു വല്ലയിടത്തും പരാതി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അയ്യോ സാറേ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സാറേ? എന്തെങ്കിലും ഒരു തീർപ്പുണ്ടായിട്ട് പോയാൽ മതി സാറേ. ദേ നോക്ക്, എല്ലാം ഇവിടെ നിർത്തിക്കോണം. നിങ്ങളുടെ മകൾ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. ഈ കുട്ടിക്ക് ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെടാം, ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. അതൊക്കെ ഈ കുട്ടിയുടെ സ്വാതന്ത്ര്യമാണ്. അതിൽ പോലീസ് ഇടപെടുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഇനി നിങ്ങൾക്ക് പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ വനിതാ കമ്മീഷനിൽ കേസ് കൊടുക്കുമെന്നല്ലേ പറഞ്ഞേ? ആ വഴി നോക്കിയാൽ മതി. എനിക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല. വടം. അയ്യോ സാറേ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അയ്യോ സാറേ, പോലെ. അയ്യോ സാറേ, പോവാണോ? എന്താ നിങ്ങൾ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞേ? ലോകത്ത് ഒരിടത്തും നടക്കാത്ത കാര്യമാണല്ലോ സാർ ഇവിടെ നടക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ ഒന്നും പറയാനോ ചെയ്യാനോ ഇല്ല. അങ്ങനെ പറയരുത്. നിങ്ങളൊക്കെ കുടുംബക്കാരല്ലേ? ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഒരു പാതകം അജയൻ ഭാവനയോട് ചെയ്തെന്ന്. അവൻ ചെയ്ത ദ്രോഹം ഒരിക്കലും പൊറുക്കാൻ കഴിയുന്നതല്ല. അത് പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടാ അവൻ കേസ് കൊടുത്തത്. സ്വന്തം സഹോദരിയും കുടുംബത്തെ അവമാനിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. അതെ സാർ, എല്ലാം സഹിച്ചും ക്ഷമിച്ചും കഴിയുകയാണ്. ഭാവനയുടെ സ്വഭാവം സാറിന് അറിയാലോ. ആരെയും ദ്രോഹിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. എന്നിട്ട് അവർക്ക് ഇങ്ങനെ ഗതി വന്നല്ലോ. ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. നീ അനുഭവിക്കൂടി. ഒരു കാലത്ത് നീ ഗുണം പിടിക്കത്തടി കേട്ടോ. എടി, തന്തയില്ലാത്തൊരു കുഞ്ഞിനെ നീ പ്രസവിക്കേണ്ടി വരൂടി. ഇവരാരും നിന്റെ കൂടെ ഉണ്ടാകത്തില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം നീ ഓർത്തു, നീ എന്തൊക്കെ കള്ളത്തരം പറഞ്ഞാലും നിന്റെ വയറ്റിലുള്ള കുഞ്ഞ് സൂര്യയുടേതാണെന്ന് ഞങ്ങൾ തെളിയിക്കും. നോക്കിക്കോ. നോക്ക്, ഇങ്ങോട്ട് നോക്ക്. നിന്നെ ഞങ്ങൾ കോടതി കേട്ടു. അതിന് ഇവിടെ വേറെ സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. എടി ജയേ, നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. ഇതിനെല്ലാം നീ കണക്ക് പറയേണ്ടി വരും. ഇങ്ങനെ ഒരു സഹോദരി ഉണ്ടെന്നുള്ള വിശ്വാസം ഇനി മനസ്സിൽ വെച്ചേക്കണ്ട. എല്ലാം ഇന്നത്തോടെ തീർന്നു. ഞാൻ മരിച്ചാലും നിങ്ങളോടുള്ള എന്റെ വെറുപ്പ് തീരില്ല. ഇനി മേലിൽ ഈ മുറ്റത്ത് വരരുത്. അവന്റെ കൈയോ കാലോ തല്ലി ഒടിക്കേണ്ടതാ. പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്ത നിയമലംഘനമാവില്ലേ സർ? ചില അവസരങ്ങളിൽ ഞങ്ങൾക്കിതൊന്നും കൈകാര്യം ചെയ്യാൻ കഴിയില്ല. പോലീസിന് പ്രതികരിക്കാൻ പാടില്ലല്ലോ. നിയമപാലകരല്ലേ, നിയമം കയ്യിലെടുക്കാൻ പാടില്ല. പക്ഷേ പൊതുജനത്തിന് അത് പറ്റും. ഇങ്ങനെയുള്ളവന്മാരെ കൈ കിട്ടിയാ ശരിക്ക് കൈകാര്യം ചെയ്ത് വിടണം. ഇവനെ പോലുള്ളവന്മാർക്കൊരു പാഠമാവണം. വേറെ ആരോടും അവന്മാർ ഇത് ചെയ്യരുത്. മനസ്സിലായി സാറേ. ഒരു തവണ അവൻ എന്റെ കിട്ടിയതാ. പക്ഷെ ഇന്ന് ഞാൻ നോക്കിക്കോളാം. ശരി, ശരി സർ. തന്നോട് ഇവിടെ വരരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? അത് ചോദിക്കാൻ നീ ആരാടാ? എന്റെ മോളെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നോടൊപ്പം കാലം ഞങ്ങൾ ഇവിടെ വരും. സത്യം ഞങ്ങൾ തെളിയിക്കും. ഇവിടെ നിയമവും നീതിയൊക്കെ നടപ്പിലാക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അതെ, ഞാനും എന്റെ നീതി നിയമവും നടപ്പാക്കാം. എന്റെ ഭാവനയുടെ ജീവിതം നശിപ്പിച്ചിട്ടാണോ താൻ വീണ്ടും വന്നിരിക്കുന്നത്? ഇനിയൊരു കള്ളക്കഥ ഉണ്ടാക്കി ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചോണ്ടല്ലോ, ഇതായിരിക്കും ശിക്ഷ. മാറ്റ്.
നിനക്കൊക്കെ ഇത്രയും കിട്ടിയിട്ട് മതിയായില്ല അല്ലേടി? ആന്റി വേണ്ട. എന്റെ ഭാവന തോൽപ്പിച്ചല്ലോ. നിന്നെ ഞങ്ങൾ കൊല്ലൂടി. ജവാനകിയുടെ ദേഹത്ത് കൈവയ്ക്കുന്നു. നിന്നെ കൊല്ലും ഞാൻ. നീ മേലെ ഞങ്ങൾ കൺവെട്ടത്ത് കണ്ടുപോരുത്. നീ ചെയ്തതിനൊക്കെ നിനക്ക് തിരിച്ചടി കിട്ടിയില്ലേ? ഇനി മതിയായില്ലേ നിനക്ക്? സ്വന്തം മകൾക്ക് ചെറുപ്രായത്തിൽ അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം വെറുപ്പും ശത്രുതയും കുത്തി തിരികെ കൊടുത്തപ്പോ ഓർക്കണമായിരുന്നു. നീ കുത്തി നിറച്ച വെറുപ്പിന്റെ തീയിൽ ഒരു ദിവസം നീ തന്നെ കത്തിച്ചാമ്പലാവും. അവള് നിന്നെ അധിക്ഷേപിച്ച് അപമാനിച്ചിപ്പോ ഇറക്കി വിട്ടില്ലേ? അതാ നിന്റെ ശിക്ഷ. നീ വിതച്ചതാ നീ ഇവിടെ കൊയ്യുന്നത്. ഇത് എന്റെ വകയായിട്ട്. കൊടുക്കടി. വിടടി. കൊടുക്ക സൂര്യ. സൂര്യ വേണ്ട. നിന്നെ ഒന്നും ഇനി ഇവിടെ കണ്ടുപോരുത്. അയ്യോ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, ഇനി ഈ വഴിക്ക് വരത്തില്ല. ഇങ്ങനെയല്ലോ നീ നേരത്തെ പറഞ്ഞത്. ഇനി മേലിൽ ഈ പഠിക്കാത്ത കയറരുത്. ഇല്ല, വരത്തില്ല. നീയും നിന്റെ ഭാര്യയും കുരുട്ട് ബുദ്ധിയായിട്ട് ഈ വഴി വന്നാ നിന്റെ കാലിയാൻ തല്ലി പിടിക്കും. വിജയവരനാ പറയുന്നേ. അയ്യോ വരത്തില്ല, വരത്തില്ല. ഇവന്റെ ഈ കാളി ഇന്ന് ശരിയോട്ട് വേണ്ട. ആരൊന്നും ചെയ്യണ്ട. എന്നെ ദ്രോഹിച്ചതിനുള്ള ശിക്ഷ ദൈവം തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവര് പോട്ടെ, അവര് പോയി ചെയ്യാനുള്ളതൊക്കെ ചെയ്യട്ടെ. അയ്യോ അയ്യോ പിടിച്ചോ. അയ്യോ അയ്യോ ഒന്ന് ചുമച്ചോട്ടെ. പോടാ. എന്താ ഭാവനെ? ഇവിടെ നടന്നൊക്കെ കുറച്ച് ഞങ്ങളും കേട്ടു. ഇവളുടെ വയറ്റി വളർന്നത് കാമുകന്റെ കുഞ്ഞാണോ? വല്ലവന്റെ കുഞ്ഞിനെ നിങ്ങൾ പോറ്റി വളർത്തേണ്ടി വരുമോ? ഭാവനെ, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞല്ലേ ഇവിടെ വിശ്വസിക്കരുതെന്ന്. ആ തന്നയുടെ നല്ല മോളല്ലേ, എങ്ങനെ വിശ്വസിക്കുന്നതിനെ? ഇല്ലാണ്ട് ജാനകി വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എന്തോന്ന് സംസാരിക്കാനാ?